ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഇതേ രാവിലെ തന്നെ അരിയൊക്കെ അടപ്പയിലിട്ടു. പിന്നെ അതേപോലെ ഇതേ നമ്മുടെ മക്കൾ രണ്ടുപേരും രാവിലെ കുളിച്ചിട്ട് ദേ അത്തപ്പൂ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ദേ അവർ രണ്ടുപേരും കൂടി ജീപ്പൊക്കെ എടുത്ത് നമ്മുടെ റിച്ചൂട്ടനെയും കൊണ്ട് കറങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ പണിയുള്ള ദിവസമാണ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഈ അച്ചാറും ഒക്കെ നേരത്തെ ഇട്ട് വെക്കുമ്പോൾ കേട്ടോ. പിന്നെ അതേപോലെ ഈ ഉപ്പേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങൾ വറുത്ത് വെക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളെല്ലാം ലേറ്റായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ അച്ചാറിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമിനകത്താണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പെയിൻ്റ് അടിച്ചായിരുന്നു. അപ്പം ആ പെയിൻറ്റ് കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് നമ്മുടെ ഹാള് മൊത്തവും പെയിൻ്റ് അടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പെയിൻ്റൊക്കെ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂര മീനും പിന്നെ അതേപോലെ അയില മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും പിന്നെ കറിയൊക്കെ വെച്ചു. മുളകറിയാണ് കേട്ടോ രണ്ടും വെച്ചത്. അപ്പോൾ ചൂരമീൻ നാളത്തേക്കാണ് കേട്ടോ, അയിലമീൻ ഇന്നത്തേക്കുമാണ്. അങ്ങനെ മീൻ കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞതേ നമ്മുടെ പൊന്നമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് വകകളൊക്കെ പൊന്നമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അമ്മ രാവിലെ എല്ലാം അരിഞ്ഞു കൊടുത്തു, പൊന്നമ്മ അച്ചാറൊക്കെ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ദേ ഉപ്പേരി വറക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കുറച്ച് കായും പിന്നെ അതേപോലെ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ പൊളിച്ച് ദേ ഉപ്പേരി വറക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഉപ്പേരി വകയായിട്ട് വാഴയ്ക്ക ഉപ്പേരിയും പിന്നെ അതേപോലെ കപ്പ ഉപ്പേരി, മുറുക്ക്, കളിയോടയ്ക്ക, ശർക്കര വരട്ടി, അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വറുത്തെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞായിട്ട് ലാസ്റ്റ് ഞങ്ങൾ ബോളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്, ലോഡൊക്കെ തീർത്തിട്ട്. ഇന്ന് ഉത്രാടം അല്ലായിരുന്നു. അപ്പം രാവിലെ 2 പ്രാവശ്യം ഇന്ന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലോഡൊക്കെ തീർത്തിട്ട് 8:30 ആയി കേട്ടോ വന്നപ്പം. അപ്പം നമുക്ക് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ മാവേലിക്കരയിലേക്ക് പോയി കേട്ടോ. അപ്പം നമ്മുടെ കരയാൻവട്ടത്തുള്ള പച്ചക്കറി കട കയറി അവിടുന്ന് കുറച്ച് സവാളയും കിഴങ്ങും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് പച്ചക്കറിയൊക്കെ കുറച്ച് മേടിച്ചു. അത് കഴിഞ്ഞ് ദേ ഞങ്ങൾ നേരെ മാവേലിക്കരയിലേക്കാണ് കേട്ടോ പോയത്. സൗപർണിക സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പലചരക്ക് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസക്കൂട്ടും പിന്നെ അതുപോലെ തൊമര അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്. ബാക്കിയെല്ലാം നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളേ ഉള്ളായിരുന്നു മേടിക്കാനായിട്ട്. അങ്ങനെ അതും മേടിച്ച് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും അപ്പിക്കും ഒന്നും ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ദേവൂട്ടിക്കും. അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മഹാരാജാസ് എന്ന് പറയുന്ന മാവേലിക്കരയിലുള്ള ഒരു ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ദേവൂട്ടിക്കും അമ്മയ്ക്കും അപ്പിക്കും ഉള്ള ഡ്രസ്സ് ഇവിടുന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ദേവൂട്ടിക്ക് എടുത്ത ഡ്രസ്സ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രുവിനും ചന്ദ്രുവിനും അവന്മാർ ട്വിൻസ് ആയതുകൊണ്ട് അവന്മാർക്ക് ഞങ്ങൾക്ക് സെയിം കളർ ഡ്രസ്സ് എടുക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ ആ കടയിൽ സെയിം കളർ ഡ്രസ്സ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കടയിൽ വന്നു. അപ്പോൾ അവിടുന്ന് അവന്മാർക്കും ഉള്ള ഡ്രസ്സ് കിട്ടി കേട്ടോ, സെയിം കളറുള്ള ഡ്രസ്സ് കിട്ടി. അങ്ങനെ അവന്മാർക്കും ഡ്രസ്സ് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 11:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ദേ പൂക്കൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കുത്തിയിരുന്നു ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ അതുവരെ ഞാൻ ഈ പൂക്കളും അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിനെ ആയിരുന്നു കേട്ടോ ഞാൻ അത്തപ്പൂ ഇട്ടത്. അപ്പോൾ തിരുവോണ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബായ്.